പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളാണ് CPIM-ഉം CPI-യും എന്നുള്ളത് എവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ പൊതു ചർച്ചയ്ക്ക് വേദി ഒരുക്കിയിരിക്കുകയാണ്. അതിൽ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം മാധ്യമങ്ങൾക്ക് ഇപ്പോഴുള്ള BJP-യുടെയും BJP തന്നെ പിന്നാമ്പുറ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ BJP-യുടെ തന്നെ നിഴൽ മന്ത്രിസഭയായി പ്രവർത്തിക്കുന്ന VD സതീശൻ്റെ സർക്കാരിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിനുള്ള ഉപകരണമായി മാറുക എന്നുള്ളതും അവരുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിനുവേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നായകനായ CPIM-നെ തകർക്കുക എന്നുള്ളത് അവരുടെ ഇപ്പോഴുള്ള ലക്ഷ്യമല്ല, ആത്യന്തികമായ ഒരു ലക്ഷ്യം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ളത് എളുപ്പമാക്കുന്ന ഒരു ഘടകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിരന്തരം പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ മുഖം വികൃതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയതല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ രീതിയിൽ ഇപ്പോൾ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഇടതുപക്ഷ ഐക്യം എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പടിപടിയായിട്ടുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യാ തലത്തിലും അതിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിലും നടന്നു വരുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും അപ്രധാനമായ ഒരു സ്ഥാനത്തിൻ്റെ പേരിൽ കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പദവി നമുക്ക് കിട്ടിയേ തീരൂ എന്നുള്ള അർത്ഥത്തിൽ CPI-യുടെ പ്രാദേശിക നേതൃത്വം മുതൽ അഖിലേന്ത്യാ നേതൃത്വം വരെ മത്സരിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയും അതിൻ്റെ കുന്തമന CPIM-ൻ്റെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് 2 വട്ടം തുടർച്ചയായി കേരളത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് കേരളത്തെ വികസനത്തിൻ്റെ പുതിയ പാതയിലൂടെ സഞ്ചരിപ്പിക്കാൻ കഴിഞ്ഞ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യം ശക്തിപ്പെടുത്തേണ്ടുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തെ തന്നെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് പകരം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ബൂർഷ്വാ പാർട്ടികളുടെ കൂടെ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൽ എരിവ് പകർന്നുകൊണ്ട് നടത്തുന്ന ഈ ശ്രമം അപലപിക്കപ്പെടേണ്ടതാണ്. അത് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടുന്ന കാര്യമല്ല ഈ ഘട്ടത്തിൽ CPI ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. CPIയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ കോൺഗ്രസുമായി ഒത്തുചേർന്ന് നിന്നിരുന്ന പാർട്ടിയാണ് CPI. ആ പാർട്ടി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1978 അവരുടെ ബട്ടിണ്ട കോൺഗ്രസിൻ്റെ ഭാഗമായി സ്വീകരിച്ച ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാട്, ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം എന്നുള്ള നിലപാട്, ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് CPIM-ഉമായിട്ട് കൈകോർക്കാനും ഇടതുപക്ഷ മുന്നണി അഖിലേന്ത്യാ തലത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ
പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള രീതിയിലും കെട്ടിപ്പടുക്കാനും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനും അവർ തയ്യാറായത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പി കെ വാസുദേവൻ നായർ മന്ത്രിസഭ രാജിവെച്ച് ഇടതുപക്ഷ മുന്നണിയോട് ചേർന്ന് നിന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴും അവർ അവകാശപ്പെടുന്ന ഒരു കാര്യം, ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ഏറ്റവും വലിയ ത്യാഗം സഹിച്ചവരാണ് നാം എന്നുള്ള രീതിയിലാണ് അവരുടെ നിലപാട്. ഈ CPI അവരുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ മറച്ചു വെക്കുന്നില്ല, ആർക്കും മറച്ചു വെക്കാൻ കഴിയുന്നതുമല്ല. കാരണം അവർ സ്വീകരിക്കുന്ന പല നിലപാടുകളും മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ഉൾക്കൊണ്ട് നടക്കുന്ന ഒട്ടനവധി നേതാക്കൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് എവർക്കും അറിയാവുന്ന കാര്യമാണ്. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഒട്ടി നിൽക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം അവരുടെ അടിത്തറ എത്രത്തോളം ശിഥിലമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിന് പകരം CPI എമ്മിലുള്ള വിഘടിച്ച് നിൽക്കുന്ന നേതാക്കളെ അവരുടെ കൂടെ ചേർക്കുന്നതിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആ പാർട്ടി കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം എന്നതിലുപരി മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിലേക്കാണ് മിക്കവരിക്കും താല്പര്യം എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ അധികാരമില്ലാത്ത ഘട്ടത്തിൽ CPIക്കുള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ തന്നെ അവരെ വലിയൊരു തകർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം തന്നെയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ആ നേതാക്കളെ, ഇങ്ങനെ പോരടിക്കുന്ന നേതാക്കളെ ഒന്നിച്ച് നിർത്തുന്നതിന് വേണ്ടി ഈ ഒരു അധികാരവുമില്ലാത്ത ഒരു സ്ഥാനത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും അതിന് ഊന്നൽ കൊടുക്കുകയും അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇടപെടുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം അതിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്ത CPI നേതൃത്വം ഇടതുപക്ഷ താല്പര്യമാണോ, ജനകീയ താല്പര്യമാണോ, അതോ ഏതാനും നേതാക്കളുടെ താല്പര്യമാണോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർ തന്നെ പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നിർണായകത്വം വഹിക്കുന്ന ഏറ്റവും കൂടുതൽ ശക്തമായ പാർട്ടി എന്നുള്ള CPIൻ്റെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ ചെന്ന് എത്തിപ്പെട്ടു എന്നുള്ളത് പറയുമ്പോൾ അവർക്ക് താല്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യമോ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യമോ ഒന്നും തന്നെയല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രാധാന്യമുള്ളത് ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ 10 വർഷത്തെ ഭരണകാലത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കേണ്ടുന്ന ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അത് നിയമസഭയിൽ അംഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെറുത്ത് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഊന്നി നിൽക്കാതെ നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഭരണ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭരണത്തിൽ എങ്ങനെയെങ്കിലും സ്ഥാനം നേടുക എന്നുള്ളതിൻ്റെ പേരിൽ ഈ പോരാട്ടം എന്നുള്ള രീതിയിൽ പറയുകയും ഇങ്ങനെ നാട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതാണ് വലിയ കാര്യം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യുന്ന ഈ നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി കഴിയുകയില്ല. CPI ഇത്തരം ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് പിന്മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകണം. ബഹുഭൂരിപക്ഷം സാധാരണ പ്രവർത്തകരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ചരിത്രത്തിൽ ഒന്നുമല്ലാതായി തീരുന്ന രീതിയിലേക്ക്
CPI എത്തിച്ചേരും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. SA ഡാങ്കയ്ക്ക് സംഭവിച്ച കാര്യം അത് ഡി രാജയുടെ കാലത്ത് അത് പൂർണ്ണമായിട്ടും ആ രീതിയിലേക്ക് മാറും എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ടതില്ല. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ CPIഎമ്മിൻ്റെ ഘടകങ്ങൾക്ക് കഴിയും ആ രീതിയിൽ. അതുകൊണ്ട് അഹങ്കാരത്തോടു കൂടി പറയുകയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസ്വത്വബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതിൻ്റെ ജനകീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സംഘടനാ രീതി അനുസരിച്ച് വളരെ മാന്യമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി CPI നേതൃത്വത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഇരു പാർട്ടികൾക്കും കഴിയേണ്ടതായിട്ടുണ്ട്. അതിൽ വലിയേട്ടനെന്നോ ചെറിയേട്ടനോ എന്നുള്ള ചിന്തയൊന്നും വിഷയമാക്കേണ്ടതില്ല. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ ഏറ്റുപറയുന്നതാണ് ഏറ്റവും നല്ലത്. തെറ്റ് ഏറ്റുപറയണമെന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങി പുറകോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ CPI കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള പല നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ തോൽവിയിൽ പ്രധാനപ്പെട്ട പങ്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച ചില നിലപാടുകൾ സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അത് പരിശോധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുക അത്ര എളുപ്പമൊന്നുമല്ല. അത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഒപ്പം കോൺഗ്രസിനോട് ചായ്വ് ഉള്ള നിങ്ങളുടെ പല നേതാക്കളും കോൺഗ്രസിലേക്ക് പോകാൻ വലിയ മടിയൊന്നും കാട്ടുകയില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ത്യാഗപൂർവമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വന്ന നേതാക്കളൊന്നുമല്ല ഇന്ന് CPIയുടെ തലപ്പത്തുള്ളതും പ്രാദേശിക നേതൃത്വത്തിലുള്ളതും. അങ്ങനെ ശക്തമായ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നവരൊന്നുമല്ല. മറ്റുള്ളവരുടെ അനന്തരാവകാശികളായി മാറി വന്ന നേതൃത്വങ്ങളാണ്. അതിൻ്റെ ഗുണം മാത്രമേ നിങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിരിക്കലും പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഐക്യം എന്നുള്ള രീതിയിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. അതിനായി ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല.